മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 163 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. സദൃശ്യവാക്യങ്ങൾ 21 മുതൽ 24 വരെ, ഗലാത്യർ 1-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരി ഉത്തരങ്ങൾ റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു വാക്യത്തിൽ 6 ചോദ്യങ്ങളുണ്ട്, ഏതൊക്കെയെന്ന് എഴുതുക. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം: ഒന്നാമത്തേത്, ആർക്ക് കഷ്ടം? 2, ആർക്ക് സങ്കടം? 3, ആർക്ക് കലഹം? 4, ആർക്ക് ആവലാതി? 5, ആർക്ക് അനാവശ്യമായ മുറിവുകൾ? 6, ആർക്ക് കൺചുവപ്പ്? അപ്പൊ ഇതൊക്കെയാണ് 6 ക്വസ്റ്റ്യൻസ് കേട്ടോ. സദൃശ്യവാക്യം 23-ന്റെ 29-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കപ്പലുകളിലും വലിയ വള്ളങ്ങളിലും പായ കെട്ടുന്നതിന് വേണ്ടി കുത്തനെ നിർത്തുന്ന തൂണിന് പറയുന്ന പേര്. ഉത്തരം: പാമരം. സദൃശ്യവാക്യങ്ങൾ 23-ന്റെ 34-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: പഴയ വസ്ത്രം ധരിക്കുമാറാക്കുന്നത് എന്ത്? ഉത്തരം: നിദ്രാലുത്വം. സദൃശ്യവാക്യങ്ങൾ 23-ന്റെ 20-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 6 അക്ഷര പദത്തിനകത്ത് ശരീരത്തിന്റെ ഒരു ഭാഗവും ബൈബിളിൽ കാണുന്ന ഒരു ആയുധത്തിന്റെ പേരുമുണ്ട്. ഏതാണ് 6 അക്ഷര പദം? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം: മുഖപരിചയം. ഗലാത്യർ 1-ന്റെ 22. ശരീരത്തിന്റെ ഭാഗം മുഖം, ആയുധം പരിച. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 3 വർഷം എന്നർത്ഥം വരുന്ന ഒരു വാക്ക് ഏത്? ഉത്തരം: മൂവാണ്ട്. ഗലാത്യർ 1-ന്റെ 18-ലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ശരി ഉത്തരം കിട്ടിയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻസ് പറഞ്ഞു തരാം. നന്നായിട്ട് വായിച്ച് പഠിച്ച് റെഡി ആയിട്ടിരുന്നാൽ മതി. സദൃശ്യവാക്യങ്ങൾ 25 മുതൽ 28 വരെ, ഗലാത്യർ 2-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചിരുന്നോളൂ. അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഫുൾ പോയിന്റ്സ് കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.